പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് ഉടമ്പടി ധ്യാനത്തിൽ പരിശോധിക്കുന്നത് ഉടമ്പടി ഉറപ്പിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടി എവിടെയാണ് നമ്മൾ പല ആൾക്കാർക്കും ഒന്ന് പുതുക്കിയിട്ടും ഒരു ഉടമ്പടി ഉറച്ച ഒരു ലക്ഷണമില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക് ഉടമ്പടി ഉറക്കണില്ല. അതെന്തുകൊണ്ടാണ് ഉടമ്പടി ഉറക്കാത്തത്? ഉടമ്പടി ഉറപ്പിക്കലെന്ന് ഇപ്പം നമ്മൾ ഈ കല്യാണം ഉറപ്പിക്കലില്ലേ, ഉടമ്പടി ഒരു കല്യാണമാണല്ലോ അല്ലേ? ദൈവമായിട്ട് നമ്മളൊരു ഭയങ്കര അമീക്കബിളായിട്ടുള്ള പേഴ്സണൽ റിലേഷനിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഉഭയകക്ഷിയാണ്, രണ്ട് കക്ഷികളുണ്ട്, ഒന്ന് നമ്മൾ ഒന്ന് ദൈവമാണ്. ഇപ്പോൾ കല്യാണം ഉറപ്പിക്കണ പോലെ തന്നെയാണ് ഉടമ്പടി ഉറപ്പിക്കലുണ്ട്. ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നാണ് കർത്താവ് നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-24 വാക്യം. മത്തായിയുടെ സുവിശേഷം 7-24 വാക്യം. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറഞ്ഞ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോൾ രണ്ട് കാര്യമാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് ഈശോ കൊടുത്തിരിക്കുന്ന രണ്ട് ഫീച്ചേഴ്സാണ്. എന്താ ഒരു കാര്യം എന്താണ്? അയാൾ ഉടമ്പടി എടുക്കുന്ന വിവേകമാണെന്ന്. ഒരു മനുഷ്യന് വിവേകമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒന്നിന് വായിച്ച് 7:24 മത്തായി ശ്ലീഹ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുന്നതാണല്ലോ ഉടമ്പടി അല്ലേ? യോഹന്നാൻ 2:5 നിന്നാണ് ഉടമ്പടി ബേസ്മെൻറ്റ്. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നത് എന്താണെന്നാണ് ഈശോ പറയണത്. ആ യോഹന്നാൻ 2:5 ഈക്വൽ ടു മത്തായി 7:24 എന്നാണ് പറയണത്. എന്താണ്? എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പാറയെന്ന് പറഞ്ഞാൽ എന്താണ്? 18:2 സങ്കീർത്തനം 18:2 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. 18-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 18:2. അതെ, അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്ന് പറഞ്ഞ് അങ്ങാണ് എൻ്റെ രക്ഷയുടെ പാറയും കോട്ടയും ശിലയും. പാറാണ് പാറ, ദൈവമാണ് പാറ. ദൈവമാകുന്ന പാറമേൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ഭവനം പണിയാൻ പറ്റണത്? അത് സങ്കീർത്തനം 18:2 ദൈവമാണ് പാറ അല്ലേ? ഈ പാറമേൽ ഭവനം പണിയണതാണ് നമ്മളുടെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? യോഹന്നാൻ 2:5 അനുസരിച്ച് അവൻ പറയണ പോലെ ചെയ്യണത്. അത് എന്തിന് സമമാണ്? അത് മത്തായി 7:24 സമമാണ്. എന്താണത്? എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ദൈവത്തിന്റെ അടിസ്ഥാനത്തിലെ ജീവിത ഭവനം പണി ചെയ്യുന്ന വിവേകിയായ മനുഷ്യന് തുല്യനാണ്. ഇതിനകത്ത് ഒരു കാര്യത്തിൽ നമ്മൾ വളരെ നിശ്ചയമുള്ളവരായിരിക്കണം. വിഷയമല്ല വിഷയം, വചനമാണ് വിഷയം. പറഞ്ഞു മനസ്സിലായ?
ഉടമ്പടിയിലെ വിഷയമല്ല വിഷയം, പിന്നെന്താണ്? വചനമാണ് വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജെട്ട് നടപടി അല്ലേ, അല്ലെങ്കിൽ കല്യാണം ഒത്തുവരണില്ല, PR കിട്ടണില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, അതാണ് വിഷയം. ഇപ്പം അച്ഛനെന്താ പറഞ്ഞത്? വിഷയമല്ല വിഷയം, വചനമാണ് വിഷയമെന്ന്. എന്താ വിഷയം? ഈ വിഷയം ഒരു വിഷയമല്ല. എന്താണ് വിഷയം? ഉടമ്പടി പ്രകാരം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവാണ് മറ്റേ സെറ്റ് ചെയ്യണത്. അത് മെറിറ്റിലല്ല, നോട്ട് ബൈ മെറിറ്റിലാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പല വിഷയങ്ങളും സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിക്കുന്നുണ്ട്? പീലാത്തോസ് ഈശോനോട് ചോദിക്കും. ഈശോ തൽക്കാലം അയാളോടത് പറയുന്നില്ല. എന്താ കാര്യം? അയാളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ മൗനം പാലിച്ചത്. ഈശോ പീലാത്തോസ് ഈശോയോട് ചോദിക്കണില്ലേ, വാട്ട് ഈസ് ട്രൂത്ത്? ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ആളാണെന്ന് ഈശോ പറയുമ്പോൾ പീലാത്തോസ് ഈശോയോട് എന്ത് പറയും? ചോദിക്കും, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഈശോ അവിടെ മിണ്ടണില്ല. പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ യോഹന്നാനെ വ്യാഖ്യാനിച്ചു കൊടുക്കും, യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പോൾ വചനമാണ് സത്യം. ആ സത്യം ആരോടാ പറയണത്? ആ വചനം പാലിക്കാൻ സന്മനസ്സും തുറവിയും ഉള്ളവരോടാണ് പറയണത്. എല്ലാവരോടും പറയത്തില്ല. അതുകൊണ്ടാണ് പറയണത്, പുറത്തുള്ളവർക്ക് അത് ഉപമകളിലൂടെ പറയുന്നുവെന്ന്. തനിച്ചാകുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ. മർക്കോസ് 4:11. മർക്കോസ് 4:11. അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. വചനം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. ഇപ്പൊ പുറത്തുള്ള പീലാത്തോസ് എവിടെയുള്ള ആളായി? പുറത്തുള്ള ആളായി. അതുകൊണ്ടാണ് അയാളോട് മിണ്ടാതിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വചനം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങളോട് മിണ്ടത്തില്ല. ആ വിഷയം വിട്ടുപിടിക്കാൻ പറയും. ഇപ്പം എന്താ വന്നത്? മകളെ കെട്ടിച്ചില്ല, കെട്ടിച്ച് വണ്ടി വിട്ടേക്കാൻ പറയും. കെട്ടിച്ചെന്നേക്കാൻ വണ്ടി വിട്ടേക്കാൻ പറയും. ദൈവിക കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ആ മിണ്ടിയില്ലെന്നില്ല. കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തൊരു ഭാഗമാണ് മിണ്ടാത്തത്. ഇപ്പം അതായത് വചനം സ്വീകരിക്കാൻ തയ്യാറുള്ളവരോട് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വചനമൊന്നും വേണ്ട, എനിക്ക് മകളെ കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മകളെയും കെട്ടിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്ത് കളയും.